വാമനാവതാരമെടുത്ത മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് കേരളത്തിലെ ചക്രവർത്തിയായിരുന്ന മഹാബലി ചക്രവർത്തി സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കുന്നു. മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം വന്നു പോകുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. മഹാവിഷ്ണു പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി മഹാബലിയുടെ ആഗ്രഹം അറിയിക്കുന്നു. വിശ്വകർമാവ് ദശാവതാരമായിട്ട്, അതായത് മുൻപെടുത്ത അവതാരങ്ങളും ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങളും ചിത്രങ്ങളായിട്ട് വരച്ച് മഹാബലി ചക്രവർത്തി കാണിക്കുന്നു. എന്നിട്ട് കാലാകാലങ്ങളിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാരങ്ങളും അവതാര കഥകളും ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്നും അവിടെ വന്ന് മഹാബലിക്ക് കണ്ടുകൊള്ളാമെന്നൊരു വാക്ക് കൊടുക്കുന്നു. ഏറ്റവും വലുത് 4 അടി നീളമുള്ള അനന്തശയനമാണ്. അത് കഴിഞ്ഞ് 4 അടിയിലുള്ള ദശാവതാരം. അത് കഴിഞ്ഞിട്ട് ശ്രീരാമപട്ടാഭിഷേകവും 4 അടിയാണ്. ഓണവില്ലെന്ന ആചാരപ്പെരുമയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട്. പള്ളിവില്ലെന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് വാമൊഴിയിലൂടെ വന്നു ചേർന്നതാണ് ഓണവില്ലെന്ന വാക്ക്.